ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷം ആശ്രമ മൈതാനത്ത് നടന്നു. മന്ത്രി കെ.എൻ. ബാലഗോപാൽ ദേശീയ പതാക ഉയർത്തി പോലീസ്, എക്സൈസ്, SPC തുടങ്ങിയ വിഭാഗങ്ങൾ നയിച്ച പരേഡുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. തുടർന്ന് മന്ത്രി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ജില്ലാ കളക്ടർ, റൂറൽ സിറ്റി പോലീസ് മേധാവിമാർ, ജനപ്രതിനിധികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രായഭേദമന്യേ നിരവധി പൊതുജനങ്ങളും റിപ്പബ്ലിക് ദിന ചടങ്ങുകൾക്ക് സാക്ഷിയാകാനെത്തി. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ വാർഷിക മേഖലാ ശില്പശാലയ്ക്ക് ജില്ല വേദിയായി. കേരളം, കർണാടക, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെ കാർഷിക കാലാവസ്ഥാ മേഖലകളെ അടിസ്ഥാനമാക്കിയുള്ള സംയോജിത കൃഷി സമ്പ്രദായങ്ങളുടെ വിശകലനവും കർഷകരുടെ ഉന്നമനവുമായിരുന്നു ദ്വിദിന ശില്പശാലയുടെ ലക്ഷ്യം. വിവിധ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുടെ സംയോജിത കൃഷി സമ്പ്രദായങ്ങളെക്കുറിച്ച് ശില്പശാലയിൽ വിശകലനം ചെയ്തു. സംയോജിത കൃഷി സമ്പ്രദായത്തിലെ മികച്ച കർഷകരുടെ കൃഷിയിട സന്ദർശനവും ശില്പശാലയുടെ ഭാഗമായി നടന്നു. കുമ്പളത്ത് ശങ്കുപിള്ള മെമ്മോറിയൽ ദേവസ്വം ബോർഡ് ശാസ്താംകോട്ട കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ബോധി എന്ന പേരിൽ രാജ്യാന്തര സിംബോസിയം സംഘടിപ്പിച്ചു. ക്ലൈമറ്റ് ക്രൈസിസ് ആൻഡ് കോൺഷ്യസ്നസ് എന്ന വിഷയത്തിനാണ് സിംബോസിയം പ്രധാനമായും ഊന്നൽ നൽകിയത്. കോളേജിലെ ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ 17 ഡിപ്പാർട്ട്മെന്റുകളുടെ സഹകരണത്തോടെയാണ് സിംബോസിയം ക്രമീകരിച്ചത്. തായ്ലൻഡ് ഷിനവത്ര യൂണിവേഴ്സിറ്റി, വെറ്റ്ലാൻഡ്സ് ഇന്റർനാഷണൽ സൗത്ത് ഏഷ്യ, IREL എന്നിവ മുഖ്യ പങ്കാളികളായി. ശാസ്താംകോട്ട തടാകത്തിന്റെ പരിസ്ഥിതി പ്രാധാന്യവും കാലാവസ്ഥാ വ്യതിയാനവും സിംബോസിയത്തിൽ ചർച്ച ചെയ്തു. വിവിധ വിഷയങ്ങളിൽ 70ഓളം പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ലോക തണ്ണീർത്തട ദിനത്തിൽ കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകർ പള്ളിക്കലാറിന്റെ കൈവഴികൾ ശുചീകരിച്ചു. പാരിസ്ഥിതിക സന്തുലനത്തിൽ തണ്ണീർത്തടങ്ങളുടെ പങ്ക് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനും ജലാശയ സംരക്ഷണം, വരൾച്ചാ നിയന്ത്രണം, തീരസംരക്ഷണം എന്നിവ ലക്ഷ്യമിട്ടുമായിരുന്നു ശുചീകരണം. സബർമതി ഗ്രന്ഥശാലയും ശുചീകരണ യത്നത്തിൽ പങ്കാളികളായി. നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്ന സന്ദേശം പകർന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. സന്നദ്ധ പ്രവർത്തകർ വള്ളങ്ങളിൽ യാത്ര ചെയ്ത് ഇടത്തോടുകളിൽ അടിഞ്ഞുകൂടിയ അജൈവ മാലിന്യങ്ങൾ പെറുക്കി ശേഖരിച്ച് പുനരുപയോഗത്തിന് കൈമാറി. കൊല്ലം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ കമ്മ്യൂണിറ്റി ബയോബിൻ, പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്ത് എന്നിവ സ്ഥാപിച്ചു. സ്വച്ഛ് സർവേഷൻ, മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനുകളുടെ ഭാഗമായാണ് ഇവ സ്ഥാപിച്ചത്. കളക്ട്രേറ്റിലെ ജൈവ അജൈവ മാലിന്യങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണമാണ് ലക്ഷ്യം. ബോട്ടിൽ പ്ലാന്റ് ജില്ലാ കളക്ടർ N. ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ എൻ്റെ വിദ്യാലയം എൻ്റെ കൃഷി പദ്ധതിയുടെ ഭാഗമായി നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് കൊയ്ത്തുത്സവമായി ആഘോഷിച്ചു. മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് ഉമേനല്ലൂർ ഏലയിൽ നെൽകൃഷി ചെയ്തത്. വിളവെടുപ്പ് ഉത്സവത്തിൽ M. നൌഷാദ് MLA, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ ചെണ്ടമേളം, കൊയ്ത്തുപാട്ട് എന്നിവയുടെ അകമ്പടിയോടെയായിരുന്നു വിളവെടുപ്പ്. രാഷ്ട്രപിതാവിന്റെ ഓർമ്മദിനം ജില്ലയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. ജില്ലാ ഭരണകൂടം, ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു രക്തസാക്ഷി ദിനാചരണം. ചിന്നക്കടയിൽ നിന്നാരംഭിച്ച ശാന്തിയാത്ര ബീച്ചിലെ ഗാന്ധി പാർക്കിൽ സമാപിച്ചു. പാർക്കിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. തുടർന്ന് ദേശീയോദ്ഗ്രഥന പ്രതിജ്ഞ ചൊല്ലി. സ്വാതന്ത്ര്യ സമര സേനാനികൾ, ജനപ്രതിനിധികൾ, കലാ, സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ പ്രതിനിധികൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. NCC ഡയറക്ടറേറ്റ്, കേരളം ലക്ഷദ്വീപ് മേധാവി മേജർ ജനറൽ G. രമേശ് ഷൺമുഖം കൊല്ലം ഗ്രൂപ്പ് ആസ്ഥാന ഓഫീസ് സന്ദർശിച്ചു. NCC ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ G. സുരേഷ് സ്വീകരിച്ചു. ഗ്രൂപ്പ് ഓഫീസ് കഴിഞ്ഞ വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.